ഇത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാൻ ഈസിയാണ്. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവണം. ടിക്കറ്റ് കൺഫേം ആയാൽ റെയിൽവേ റിട്ടയറിംഗ് റൂം ബുക്കിംഗ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ അവിടെ നമുക്ക് PNR നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ റൂം സെലക്ട് ചെയ്യാൻ പറ്റും. റൂം പെട്ടെന്ന് ബുക്കായി പോകും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആയി ഉടനെ നോക്കിയാലേ കാര്യമുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന ഈ റൂം 3 hours ആണ്. അതായത് മോർണിംഗ് 3 AM to 6 AM ആണ് നമ്മൾ എടുത്തത്. 3 മണിക്കൂറാണ് എടുത്തത്. നമ്മുടെ ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് ബാലൻസ് 1 hour മാത്രമേ ഇനി കിട്ടത്തുള്ളൂ. റേറ്റ് 2 റൂമിന്, 2 അത്യാവശ്യം നല്ല റൂമിന് 1200 മറ്റാണ് റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ട്രെയിൻ ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ റിട്ടയറിംഗ് റൂമിന്റെ ആള് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞു നമുക്ക് 6 AM വരെയാണ് നമ്മുടെ ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയി, നമ്മൾ 5 മണിക്കല്ലേ വന്ന. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റൂം 6 മണിക്ക് വെക്കേറ്റ് ചെയ്ത് തരണം. കാരണം ആരെങ്കിലും ഇനി ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് ഒരു റൂം 6 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. ഒരു റൂം നമുക്ക് ഫ്രഷ് ആവുന്ന നേരം കീപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രഷ് ആവാൻ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. മൂപ്പര് നല്ല ഫ്രണ്ട്ലി ആണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ 2 റൂമിനായിട്ടായത് 1200 ആണ് ആയിട്ടുള്ളത്. 1200 സംതിങ്. ഓക്കെ, ഫോർ 3 hours. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ആദ്യം കൺഫേം ആണ്. ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആവണം. ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയി അതിന്റെ PNR വെച്ചിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാനുള്ളത്. ആ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിലും ഫിനിഷിംഗ് സ്റ്റേഷനിലും നമുക്ക് ബുക്ക് ചെയ്യാം. 48 മണിക്കൂർ വരെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റന്നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് ഇവിടെ സ്പേസ് ബുക്ക് ചെയ്യാം. ഓക്കെ, ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 48 hours മുമ്പും ജേർണി എൻഡ് ചെയ്യുന്നതിന്റെ 40 hours ശേഷവും അങ്ങനെയാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഇത് വരുന്നത്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 4 പേരാണെങ്കിൽ നമുക്ക് ഫാമിലി റൂം ബുക്ക് ചെയ്യാം. 4 പേർക്ക് ഫാമിലി റൂം വരും. പക്ഷെ അത് നമുക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്തേക്ക് അത് ഫില്ല് ആയി കഴിഞ്ഞു, അതാണ് കിട്ടാത്തത്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ AC റൂം വരും, ഡീലക്സ് റൂം വരും, അതാണ് 1200 പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ ഡോർമെട്രി വരും. ഡോർമെട്രി എന്ന് പറയുമ്പോൾ 8 പേരൊക്കെ കാണും. കോമൺ ബാത്റൂം ആയിരിക്കും. ഇത് ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ടൈപ്പിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ റെയിൽവേയുടെ ഡീലക്സ് റിട്ടയറിംഗ് റൂം, ആഗ്ര സ്റ്റേഷനിൽ ഡീലക്സ് റിട്ടയറിംഗ് റൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡ് ഇവിടെ ഉണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഹാങ്ങറിന്റെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് തൂക്കിയിടാം. താഴെയാണെങ്കിൽ നമുക്ക് സ്ലൈഡിംഗ് സ്റ്റോറേജ് ഉണ്ട്. 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഏരിയ വേറെ ഉണ്ട്. നല്ല മിറർ ഉണ്ട്. നമുക്ക് ലേഡീസ് ഒക്കെ ആണെങ്കിൽ മേക്കപ്പ് ഇടാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. പുറത്തൊരു കോളർ ബെല്ല് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ വന്ന ആരുടെയെങ്കിലും റൂം നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുള്ള അവർക്ക് നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കണമെങ്കിൽ ബെല്ലുണ്ട്. ബെല്ലടിച്ചാൽ മതി. പിന്നെ ഇവിടെ കുറെ നമ്മുടെ ഫാനിന്റെ ഒക്കെ സ്വിച്ച് ആണ്. ആ ഫാനിന്റെ ഭാഗ്യം വർക്കിംഗ് ആണ്. ഒരു ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ വിളിക്കാനോ അല്ലെങ്കിൽ റിസപ്ഷനിലോ ആരെങ്കിലും വിളിക്കാനൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ 2 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ഡ്രോയർ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു TV വരുന്നുണ്ട്. റിയൽമിയുടെ TV ആണ് വരുന്നത്. പിന്നെ AC വരുന്നുണ്ട്. AC ഇപ്പോൾ ടെമ്പറേച്ചർ AC ഇപ്പോൾ ഓഫ് ആണ്. അവിടെ 2, 3, 4 ലൈറ്റ് വരുന്നുണ്ട്. അവിടെ നമുക്കൊരു കോളിംഗ് ബെല്ലും കുറച്ച് പവർ സോക്കറ്റ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആഗ്ര UP ഒക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ചിത്രങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ വിളിക്കണം, ശരിയാണ്. ഓക്കെ, AC ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ചായ ഇടാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് നെസ്ലെ എവറിയുടെ പാൽപ്പൊടിയും അടുത്തുണ്ട്. നെസ്ലെ എവറിയുടെ പാൽപ്പൊടിയും നെസ്കഫയുടെ ചായപ്പൊടിയും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും ചായയുടെ ഗ്ലാസും കപ്പും സോസറും ഗ്ലാസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം വേണമെങ്കിൽ അവിടെ കുടിക്കാൻ ഇരിക്കാൻ ഒരു ചെയർ തന്നിട്ടുണ്ട്. ഇവിടെയും 2 ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ഏരിയ തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും അത്ര ക്ലീൻ ഒന്നും അല്ല, പക്ഷെ യൂസബിൾ ആണ്. പിന്നെ നമ്മുടെ ബെഡ് കണ്ടിട്ട് അല്ലെ വൃത്തിയൊന്നും തോന്നുന്നില്ല. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഇതാണ്. പുതപ്പ് നല്ലൊരു കമ്പിളി. ഒന്നും ഒരു 10 out of 10 ക്ലീൻ ഒന്നും അല്ല, പക്ഷെ യൂസബിൾ. നമ്മുടെ ലോങ് ജേർണി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
ബാത്റൂം വലിയ വൃത്തിയൊന്നും നമുക്ക് പറയാനില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂം. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്, ടവലിടാൻ പറ്റുന്ന ലോക്ക് ഉണ്ട്. വെള്ളം ലീക്കല്ല, ഓക്കെ. പിന്നെ ഇവിടെ ഹീറ്റർ ഉണ്ട്. നമുക്ക് വാട്ടർ ഹീറ്റർ വരുന്നതാണ്. നമുക്ക് ഞാൻ പറഞ്ഞു നല്ല തണുപ്പാണ്, അപ്പൊ വാട്ടർ ഹീറ്റർ കൊണ്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റും. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, യൂറോപ്യൻ സ്റ്റൈൽ ടോയ്ലറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ റെയിൽവേയുടെ റിട്ടയർമെന്റ് റൂം, ഡീലക്സ് റിട്ടയർമെന്റ് റൂം ആഗ്രഹകണ്ട് സ്റ്റേഷനാണ് നമ്മളുള്ളത്. അപ്പൊ ഈ റൂം ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റെയിൽവേയുടെ സൈറ്റിൽ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയോ നോക്കണം. നമ്മുടെ PNR നമ്പർ വെച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷനും എൻഡ് സ്റ്റേഷനും ഈ രണ്ട് സ്റ്റേഷനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൺഫേം ആയ റെയിൽവേ ടിക്കറ്റ് യൂസേഴ്സാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ളത്. 4 പേർക്ക് ഒരു റൂം നമുക്ക് ഫാമിലി റൂം ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 2 പേര് വീതമുള്ള ഡീലക്സ് റൂം നമുക്ക് ബുക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ഒരു 8-9 പേരോളം വരുന്ന രീതിയിലാണെങ്കിൽ ഡോർമെട്രി ബുക്ക് ചെയ്യാം. ഡോർമെട്രിയിൽ വരുമ്പോൾ നമുക്ക് കോമൺ ബാത്റൂം ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ മറ്റാൾക്കാരും കാണും, അപ്പൊ ഷെയർഡ് ആയിട്ട് കോമൺ ബാത്റൂം ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ റൂംസ് ആണ് ഡീലക്സും അതുപോലെ തന്നെ ഫാമിലി റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ റൂം നമുക്ക് കിട്ടും. ടിക്കറ്റ് കൺഫേം ആയാലേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റാർട്ടിംഗ് സെക്ഷനിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 48 അവേഴ്സ് മുമ്പ് വരെ നമുക്ക് ബുക്ക് ചെയ്യാം. 48 അവേഴ്സ് വരെ നമുക്ക് എടുക്കാം. ഏറ്റവും മിനിമം 3 അവേഴ്സ് ആണ്. 3 അവേഴ്സ് തൊട്ട് 48 അവേഴ്സ് വരെ നമുക്ക് റൂം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻഡിങ് സ്റ്റേഷനിൽ ജേർണി എൻഡ് ചെയ്യുന്ന സ്റ്റേഷനിലാണെങ്കിലും അവിടെ നമുക്ക് 3 അവേഴ്സ് ടു 48 അവേഴ്സ് വരെ നമുക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. താഴെ പ്ലാറ്റ്ഫോമും മുകളിൽ നമുക്ക് റെയിൽവേയുടെ റിട്ടയർഡ് റൂമാണ്. ഇപ്പൊ നമ്മൾ 4 പേര് നമുക്ക് ഫാമിലി റൂം എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഡീലക്സ് റൂമാണ് എടുത്തിട്ടുള്ളത്. ഡീലക്സ് റൂം 2 റൂമാണ് നമുക്ക് കിട്ടിയത്. 2 റൂമിന് വരുന്ന റേറ്റ് 1200 രൂപ. 2 റൂമിനും കൂടി 1200 രൂപ 3 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൽ ചൂടുവെള്ളം ഓൾറെഡി അവൈലബിൾ ആണ്. കുടിക്കാനായിട്ട് ചൂടുവെള്ളം കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചായ ഇട്ട് കുടിക്കാം. പിന്നെ നമുക്ക് ഇന്ന് ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ രാവിലെ 3 മണി തൊട്ട് 6 മണി വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ട്രെയിൻ വന്നപ്പോൾ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു റൂം 6 മണിക്ക് വെക്കേറ്റ് ചെയ്ത് തരാം. കാരണം ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ കൊടുക്കാനായിട്ട് ഒരു റൂം 6 മണിക്ക് വെക്കേറ്റ് ചെയ്ത് തരിക. ബാക്കി ഒരു റൂം നമുക്ക് പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്തതിനു ശേഷം കൊടുത്താൽ മതി, അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അയാള് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. പുറത്ത് നല്ല തണുപ്പാണ്. ഇവിടെ ടെമ്പറേച്ചർ 4-6 ഒക്കെയാണ് കാണിക്കുന്നത്. രാവിലെയാണ്, നല്ല തണുപ്പാണ്. നമ്മളൊരു 16 ഡിഗ്രി പ്രതീക്ഷിച്ചാണ് വന്നത്. വന്നപ്പോ 6 ആണ് കാണിക്കുന്നത്. അവിടെ നല്ല തണുത്ത് വിറച്ചിരിക്കുമ്പോ നല്ല ചൂട് വെള്ളവും അതുപോലെ തന്നെ നല്ല കിടന്നൊന്ന് ഉറങ്ങാനും ഒക്കെ പറ്റുന്ന നല്ല റൂമാണ്. സോ ആരെങ്കിലും എടുക്കുന്നെങ്കിൽ വളരെ നല്ലൊരു ചോയ്സ് ആണ്. ഇവിടെ വന്നിറങ്ങിയതിനു ശേഷം ആൾക്കാർ ഇങ്ങനെ തപ്പി റൂം എടുക്കാൻ തപ്പി നടക്കുന്നതിനേക്കാളും നല്ലത് വളരെ സേഫ് ആയിട്ട് നല്ല ലോക്ക് ചെയ്തിട്ടുള്ള റൂമൊക്കെയാണ്. ഈ ഒരു കോമ്പൗണ്ട് റിട്ടയർ റൂമിന്റെ കോമ്പൗണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റ് വഴി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ID കാർഡ് എടുത്തിരിക്കണം. ആധാർ കാർഡും ഒക്കെ ഒരു ID പ്രൂഫ് അവർക്ക് ആർക്കാണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ID പ്രൂഫ് കയ്യിൽ വെച്ചേക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ കൺഫേംഡ് ആയിട്ടുള്ള ടിക്കറ്റ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ആഗ്ര സ്റ്റേഷനിലെ റെയിൽവേയുടെ റിട്ടയർഡ് റൂമിന്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ഇനി നമ്മള് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് രാവിലെ താജ്മഹലിലേക്ക് പോകണം. താജ്മഹൽ പിന്നെ അതിന്റെ കോമ്പൗണ്ടിലുള്ള കുറച്ച് ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ട് ബൈ 6 ഈവനിങ് 6 ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ ലഗേജ് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഡൽഹിക്ക് പോകണം. രാത്രി 9:30-10 മണിയോടെ നമ്മൾ ഡൽഹി എത്തും. ഡൽഹിയിൽ പഹർഗഞ്ച് സൈഡിൽ നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ട് നാളെയും മറ്റന്നാളും ഫുൾ ഡൽഹിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ മുൻ അനുഭവങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.